ഓ, ഈ കുഞ്ഞാക്കനും കൂടി പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് ഈ ഉപ്പ് ഇത് എവിടെ പോയി കിടക്ക? നിങ്ങൾ ഇന്ന് വരൂന്ന് അറിഞ്ഞിരുന്നെങ്കി ഓൻ ഇന്ന് വണ്ടി പോവോ? ഇവിടെ കാത്തുത്തിരിക്കൂലേ? ആ എത്തിയില്ലോ. പെണ്ണ് കാണാനൊക്കെ വരുമ്പോ നേരത്തെ ഒന്ന് അറിയിക്കണ്ടേ ചങ്ങായിമാരെ? നല്ല കൂട്ടരങ്ങള്. കുഞ്ഞാക്കാനും ഞെട്ടിക്കാൻ എളുപ്പമല്ലോ, അതുകൊണ്ടൊന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ ഇവരൊരു മുന്നറിയിപ്പില്ലാതെ വന്നത്. പെണ്ണ് കാണാൻ വരുമ്പോ വീട്ടില് പെണ്ണുണ്ടായി പോരെ, കണ്ടു ഇവൻ ഇഷ്ടാകുകയും ചെയ്തു. ഇതെന്റെ ഫ്രണ്ട്സാ, പട്ടാമ്പി കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇത് റൈസ്, ഇതാണ് ആള്. വീട് തലശ്ശേരിയിലാ. തലശ്ശേരിയിലെ എവിടെയാ? മാഹി, ന്യൂ മാഹി. മാഹിയിൽ സാധനങ്ങൾ വില കുറച്ച് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഭൂമിക്ക് എങ്ങനെയാ വില കുറവുണ്ടോ? എന്റെ ഉപ്പ് ഇങ്ങനെയാ, കുറഞ്ഞ വിലക്ക് എന്തെവിടെ കിട്ടോ അവിടെ ഉണ്ടാകും. അതേടാ, എന്റെ ഉമ്മാനെ അങ്ങനെ വില കുറച്ച് കെട്ടിയതാടാ ഞാൻ. ഈ ഉപ്പയും മോനും എങ്ങനെയാ? കീരിയും പാമ്പും മാതിരിയാ. വലിയ സ്നേഹ. അല്ല മോനെ, ഡൽഹിയിൽ അവിടെ എന്താന്നാ പറഞ്ഞേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. വേണം വേണം, ഡൽഹിയിലൊക്കെ ആവുമ്പോ അത്രയെങ്കിലും വേണം. ഈ സെലീനാന്റെ കാര്യൊക്കെ ഓക്ക് ഹാർട്ടിനൊരു ചെറിയ കൊണക്കേടുണ്ടേനി. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്കത് ആദ്യം എടുത്തുവിടുന്നു. അതൊക്കെ ഇവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒക്കെ സുഖായി. നിങ്ങളുടെ തുറന്ന മനസ്സ് എനിക്ക് ഇഷ്ടമായി. സെലീന എവിടെ? പടച്ച റബ്ബ് നല്ലത് വരുത്തും. ഇപ്പൊ വന്നില്ലേ? എങ്ങനുണ്ട്? ഇഷ്ടായോ? അമ്പടി, ഈ ആള് ജഗലാണല്ലോ. കുഞ്ഞാക്കോ 101 വട്ടം കബൂലായി. എന്റെ അഴകുള്ള സെലീന കൊത്ത അഴകുള്ള പുയ്യാപ്പള, സുന്ദരൻ. ഓ, അതിന് മാത്രമൊന്നുമില്ല. കുഞ്ഞാക്ക എന്റെ അത്ര സുന്ദരനൊന്നുമല്ല. അതൊക്കെ ഇപ്പൊ പറയും. നിക്കാഹ് കഴിഞ്ഞു പോയാ ഓൻ തന്നല്ലേ മോളെ എന്റെ സൽമാൻ ഖാൻ. കാത്തിരിക്കണവർക്ക് കനകം കൊണ്ടുവന്നരും പടച്ചോൻ. ഈ വീട്ടിലെ ഒരു നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ, ഓൾഡേ. അതും ഞാൻ മനസ്സ് വെച്ചോണ്ട്. ഇനി നമ്മുടെ സക്കീറിന് ഒരു പെണ്ണ് കാണണം. കാണണം. രണ്ടും ഒരുമിച്ചായാലും കുഴപ്പമൊന്നുമില്ല. ആ, എല്ലാത്തിനും ഞാൻ തന്നെ മുൻകൈ എടുക്കണ്ടേ? ആ, അവരെത്തിയല്ലോ. ഇതാരപ്പത്? സക്കീർ ഹുസൈൻ. ആരാ? മനസ്സിലായില്ല. ശിവപുരം സ്കൂളിലെ ടീച്ചർമാരാ. ആ, വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാനാ. ആളെന്തേ? വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാ. ആയിക്കോട്ടെ. ദാ, ചെന്ന് കുഞ്ഞാക്കനോട് വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറ. ചെല്ല്. ആ, കയറിയിരിക്ക. വിളിക്കാതെ വന്നവര് പറയാതെ ഇരിക്കണം. ആ, വാ. കുഞ്ഞാക്ക വിളിച്ചില്ലെങ്കിലും വന്നു എന്ന് പറയാൻ പറഞ്ഞു. ആര്? ഏതോ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങൾ? സക്കീറെ, അന്നെ കാണാനാ. ആ, അതെയോ? അതെ, ഇതേ ഇത് നമ്മളെ ബസ്സിലെ ടീച്ചർമാരാ. ബസ്സിലെ ടീച്ചർമാർ? ടീച്ചർമാര് സ്കൂളിലല്ലേ? ബസ്സിലെ ടീച്ചർമാർ തന്നെയാണ് സ്കൂളിലെ ടീച്ചർമാര്. അതെങ്ങനെയാടോ? ബസ്സിലെ ടീച്ചർമാരല്ല, യാത്രക്കാര്. അതന്നെ അതന്നെ. നിശ്ചയക്കാരി എവിടെ? ഒന്നാവത്തെ കൂട്ടിക്കോളി, ഞാൻ തപ്പത്തി. ഇവൻ എന്താ ഈ പുളിറുമ്പ് അടിച്ച പോലെ? വരി. വാസുട്ടേ. എന്തോ? അല്ലടോ, ആ ടീച്ചർമാർ വന്നിട്ട് 3-4 മോലെ എങ്ങനെ എത്തി? കാറിനായിരിക്കും ആരാ വിളിച്ചത്? കാർ അവരെന്നെ വിളിച്ചായിരിക്കും. ആരല്ലടോ, ഓല ആരാ വിളിച്ചെന്നാ ചോദിച്ചത്. ഞാൻ സ്ഥിരം കസ്റ്റമറുകളല്ലേ, 4 ഫുൾ ടിക്കറ്റ് കളയണ്ടാന്ന് കരുതി. ഫുൾ ടിക്കറ്റ്? ആ 4 ഫുൾ ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ഏതാണെന്നറിയോ? കുഞ്ഞാക്കൊക്കെ വീണ ടിക്കറ്റാ. ആണോ? ഹലോ, മുണ്ടാപ്പൂച്ച കാത്തു കാത്തിരുന്ന് നല്ല കലം തന്നെ നോക്കി ഉടച്ചല്ലേ ഒരാളെ ടിക്കറ്റ് എടുക്കാണ്ടല്ലോ. ആരാ ടിക്കറ്റ് എടുക്കാണ്ടേ? ഹലോ, നിങ്ങളുടെ ടിക്കറ്റ് എടുത്തോ? പിന്നിൽ ഒരാളെടുത്തല്ലോ. പിന്നിൽ ഒരാളുള്ള ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ ടിക്കറ്റ് പുറകിൽ താടി വെച്ച ഒരാളെടുത്തിട്ടുണ്ട്. പുറകിൽ താടി വെച്ചാണ്. നിൽക്കുന്നു. ഹലോ, ഇയാളെ ടിക്കറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എന്ത്? അയാൾ ടിക്കറ്റ് ഞാൻ എടുക്കേ? ഞാൻ ടൈപ്പ് അല്ല, ഞാൻ എന്റെ ടിക്കറ്റ് എടുത്തില്ല. അതെ, ഞാൻ PC
പീസ് ആ ശബരിമല വ്രതത്തിലാ സ്വാമിയേ ശരണമയ്യപ്പ. കളിപ്പിക്കാണ്ട് കായെടുക്കായി. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ബസ്സിനുള്ളിൽ ആൾക്കാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നൊയഞ്ഞു കയറ്റുണ്ടല്ലോ. സ്വാമിയേ ഈ പണിയൊന്ന് എടുത്തു നോക്കണം. അപ്പൊ അറിയാൻ എന്റെ ബുദ്ധിമുട്ട്. സ്വാമിയേ ശരണമയ്യപ്പ. എങ്ങട്ടാ? കുതിരോട്ടത്തേക്ക് ഊളം പറക്കി വണ്ടി പോകില്ല. ഊങ്ങളം പഠിക്കൊരു ടിക്കറ്റ് തരാം. അവിടെ ആണെങ്കിൽ ഇമാതിരി പ്രാന്തിന് നല്ല ചികിത്സ കിട്ടും. ദാ, പിടിക്ക്. അവിടെ അങ്ങനെ കൊടിമരം പോലെ നിക്കണ്ട. ഔത്തൊക്കെ വന്നോളി. എന്തേത് വാസ്തവത്തിൽ തുടരുത്. വാസ്തവം ഒന്ന് വേഗം അകത്ത് കയറാൻ നോക്കി. അല്ലടോ, ഒരു പെണ്ണിനെ നോക്കാനെന്നും പറഞ്ഞിട്ട് ഈ ചെങ്ങാനിയാണോ ഞാൻ നോക്കിക്കൊണ്ട് നടക്കേണ്ടത്? ഇന്നെ നോക്കാൻ നിൽക്കണ്ട, അതിന് വേറെ ആളുണ്ട്. ഇത് ആരിത്? കുഞ്ഞാക്ക. ഓ, കുഞ്ചാക്കു. കേട്ടിട്ടുണ്ട്. ഞാൻ അത്ര വലിയ ആളൊന്നുമില്ല കേൾക്കാൻ. വാസ്തവം കുട്ടി. വാസ്തവം കുട്ടിയല്ല, വാസുകുട്ടി. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര വട്ടം പറഞ്ഞാലും പിന്നെയും പറയും. എന്റെ മൂന്ന് കളയരുത്. ഞാനൊരു വർക്കിന് വന്നതാ. വാസ്തവത്തിൽ ഇവനെ ആരിത്? ഇനി ഉള്ള വാസ്തവം പറയാലോ. ഈ കുഞ്ഞാക്കക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് കാവൽ നിൽക്കേണ്ടത്. അത് ശരി. വാസ്തവത്തിൽ ഇവൻ ഒരു പെണ്ണുപിടിയനാണല്ലേ? അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എത്ര പെണ്ണ് വേണമെങ്കിലും പിടിക്കായിരുന്നു. അതിന് പറ്റിയ പണിയാ മൂപ്പരുടേത്. പക്ഷെ ഇന്ന് വരെ അതിന് പോയിട്ടില്ല. എനിക്ക് ഇതാണോ മുതല്? പിടിക്കാത്തവൻ പിടിച്ച പുളിങ്കൊമ്പ് കൊള്ളാലോ. മോളെ, നിന്റെ ചെറുപ്പത്തിൽ ഞാൻ കൊതിച്ചതാ ഇവനെ പോലെ ഒരുത്തന്. കിട്ടിയില്ല. നീ ഭാഗ്യവതിയാ. വാസ്തവം ഇപ്പൊ വരാട്ടോ. എന്ത് പണ്ടാരത്തിനുണ്ടോ വലിച്ചു കെട്ടിക്കൊണ്ട്? അല്ലാതെ ഇമ്മാതിരി പണിക്ക് ഇപ്പൊ ആരെ കിട്ടുന്നാണ്? മനീഷക്ക് ഒരാളെ വരുന്ന അമ്മിണിയമ്മ. വാസ്തവം അമ്മിണിയമ്മ എന്നാണ് വിളിക്കുന്നത്. തത്തമംഗലത്താണ് വീട്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്തോളും. ശമ്പളവും ബാറ്റ കിറ്റ് അലവൻസ് ഒക്കെ ഞാൻ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുടങ്ങാതെ വൈകുന്നേരം അരക്കുപ്പി റമ്മ് ഇവിടെ എത്തിക്കണം. നീ അമ്മടിച്ച് ഇവിടെ കൂടെ പോണ സ്റ്റാൻഡ് നിറച്ച പോരാ? എനിക്കല്ലെന്ന് വാസ്തവം തള്ളക്ക്. ഇല്ലെങ്കിൽ അവര് റിവേഴ്സ് ഗിയർ ഇടും. ഇട്ടിട്ട് പോകുന്നു. എന്താ അവിടെ വാ. രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന. ഒന്നുമില്ലേ, ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ ഒരു വർത്താനം പറഞ്ഞതാ. നിങ്ങൾ ആണുങ്ങൾ വിവരദോഷികളാ. പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ട പെട്ടു. ഇത്ര പീഡനം അനുഭവിക്കുന്ന വർഗം നിങ്ങളെപ്പോലെ വേറെ ഇല്ല ഭൂമിയിൽ. എന്തേ? വാസ്തവം അല്ലേ? അതാ വാസ്തവം. അമ്മേ, അമ്മേ, വാതിൽ തുറക്കമ്മേ. അച്ഛനെത്തും എന്നിട്ട് ചെയ്താ പോരെ? അമ്മ വാതിൽ തുറക്ക്. മതിയായി എനിക്ക് നശിച്ച SSLC ജീവിതം. എന്റെ മക്കളെ വാസുവിന്റെ മൊത്തം ഞാൻ എങ്ങനെ നോക്കും? ഞാൻ ജീവിക്കാൻ മറന്നുപോയൊരു സ്ത്രീയാണ്. ഈ മരണത്തിലെങ്കിലും എനിക്ക് ജയിക്കണം. അമ്മേ, അമ്മ തോറ്റാലെന്താ? രേഷ്മ ജയിച്ചില്ലേ? സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കതൊക്കെ പറയാൻ കുഞ്ഞേ. പിന്നെയും SSLCക്ക് പരാജയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനും മനസ്സിലാവില്ല. അമ്മ അങ്ങനെ പറയരുത്. അമ്മ, നീ വേണ്ടി പോയത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മൾ രണ്ടുപേരും കൂടി പരീക്ഷ എഴുതുമ്പോ നിന്റെ ഉത്തരക്കടലാസ് എന്നെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കടുകൈ ചെയ്യേണ്ടി വരുമായിരുന്നോ? അമ്മ അടുത്ത കൊല്ലം പരീക്ഷ എഴുതിക്കോ. എന്നാലും തൂങ്ങിച്ചാവല്ലേ? പിന്നെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാവും അല്ലേ? ഇല്ല മക്കളെ, എന്റെ പ്രേതം പോലും നിങ്ങൾക്കൊരു ബേർഡനാവില്ല. കഴിഞ്ഞോ? ഇല്ല, യജ്ഞം നടന്നോണ്ടിരിക്കുക. ഇവിടെ 10ാം ക്ലാസ് പരീക്ഷ പറഞ്ഞിട്ട് ആത്മഹത്യയും ഇത്രയും സമയം വേണോ? ചെയ്താലും തീരൂല. നമ്മുടെ അമ്മ. കൺഗ്രാചുലേഷൻ. അതിനിടക്ക് നീ പാസ്സായല്ലോ. വേണ്ട, സംസാരിച്ച് എന്റെ മനസ്സ് മാത്രം ശ്രമിക്കണ്ട. കത്ത് മക്കളെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. കത്തെഴുതി അറിയിക്കാൻ നമ്മൾ 2 രാജ്യത്തൊന്നല്ലോ. ഒരു വാതിന്റെ അപ്പുറം ഇപ്പുറം അല്ലേ? തുറക്ക്. കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓപ്പൺ ദ ഡോർ അമ്പിളി. കാണോങ്കി കണ്ടോ, ഞാൻ പിടഞ്ഞ് അവസാനിക്കുന്ന ലൈവായിട്ട് കണ്ടോ. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. പിന്നാമ്പുറത്തെ വാതിൽ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. പിന്നാമ്പുറത്തെ വാതിൽ എവിടെയാണ്? അത് പിന്നാമ്പുറത്തല്ലേ? ആണോ? ബോഡി ആവിയായി പോയോ? ഈശ്വര, തല ആര് കൊണ്ടുപോയി? ആരും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അച്ഛനായിട്ട് താങ്ങിയ അമ്മ ഒന്ന് താങ്ങ മക്കളെ. എന്നെ കൊല്ലാൻ നോക്കുന്നു. നിസ്സാരമായ തൂങ്ങി മരണത്തിൽ പോലും നിനക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അമ്പിളി. ഞാൻ എന്ത് ചെയ്തു? നിന്റെ പരീക്ഷ പേപ്പർ ഞാനല്ലല്ലോ നോക്കിയത്. മിണ്ടിപ്പോയത്. ഡിസ്കൗണ്ട് സെയിലിൽ 30 രൂപയുടെ സാരി വാങ്ങിക്കൊണ്ടു എന്നെ പറ്റിച്ചിട്ട് 10ാം ക്ലാസ് തോറ്റ് നാറിയതിനേക്കാൾ നാറ്റക്കേസായി പോയത്. എത്രയോ എളുപ്പത്തിൽ എത്രയോ നിസ്സാരമായ ആൾക്കാർ നിരന്തരം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ നാട്ടില് എനിക്ക് ഗതി വന്നല്ലോ ഈശ്വര. നന്നായിരിക്കണം ഭാര്യമാരെ അന്തസ്സായിട്ട് ആത്മഹത്യ ചെയ്യണോ? നിനക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല അസൽ 1ാം തരം കയറിന്റെ സാരി ഉണ്ടാക്കി വെച്ചേനല്ല. എബ്രഹാം ലിങ്കൺ ഒറ്റ ഒരുത്തനാ എന്റെ ജീവിതം നശിപ്പിച്ചത്, എന്നെ ചതിച്ചത്. ഇത്രയും സേഫ്റ്റി പിന്നുകളുമായി നടന്നിട്ടും നീ സേഫ് ആയില്ലെന്നോ? എന്നാണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് സംഭവിച്ചത്?
ആരാണ് നിന്നെ പീഡിപ്പിച്ച എബ്രഹാം പോറ്റി? അയ്യോ പോറ്റിയല്ല അയാള്. സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് വരായ അദ്ദേഹമായിരുന്നു തൂപ്പുകാരിയിൽ നിന്ന് പ്യൂണായി വളരാനുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തേജനം. എല്ലാം അവസാനിച്ചില്ലേ? എല്ലാം ഇല്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നല്ലൊരു ഭാര്യാഭർത്ത ബന്ധം. അയ്യോ വാസേട്ടാ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ. താങ്ക് യു. അമ്പിളി, നിനക്കൊരു മരണത്തിന്റെ നാറ്റമുണ്ട്. നീ വേഗം ചെന്ന് പൊല വിളിച്ചിട്ട് പാ. ചെല്ല്. അച്ഛാ, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. വേണോടി, നിനക്ക് അത് തന്നെ വേണം. ആ പോയ ജഡത്തിന്റെ അല്ലേ മോള്? അമ്മയും കൂട്ടി പോയി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും. നീയും പൊക്കോളാ, ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട.